നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര LIC ഓഫീസിന് സമീപം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. MLA TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരളത്തിലെ 40ാമത്തെ ഷോറൂം പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യങ്ങളോടെ നിർമ്മിച്ച അതിവിശാലമായ ഷോറൂമിന്റെ ഉദ്ഘാടനം TP രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. ചെയർമാനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹവും ഈ സ്ഥാപനത്തിൻ്റെ മിക്കവാറും ഡയറക്ടർമാരും പേരാമ്പ്രയുമായി ബന്ധമുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ അവരുടെ നിരവധി കുടുംബാംഗങ്ങളുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് മലബാർ ഗോൾഡും പേരാമ്പ്രയുമായുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢപ്പെടുന്നതാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം. പലപ്പോഴും അമ്മദിക്കയോട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പേരാമ്പ്ര അനുദിനം വികസിച്ചു വരുന്ന ഒരു പട്ടണമാണ്. അവിടെ മലബാർ ഗോൾഡിന്റെ ഉചിതമായ ഒരു സ്ഥാപനം ഉണ്ടാകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ആലോചനയിലുണ്ട്, ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ഉചിതമായ സമയത്ത് ഞങ്ങളത് സ്ഥാപിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മലബാർ ഗോൾഡ് നമ്മുടെ രാജ്യത്തെ മറ്റ് വ്യവസായ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ചെയർമാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ PK രാഗേഷ്, വിനോദ് തിരുവോത്ത്, KPCC സെക്രട്ടറി സത്യൻ കടയങ്ങാട്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CPA ആസിസ് മാസ്റ്റർ, CPM ഏരിയ സെക്രട്ടറിയും സുഭിക്ഷ ചെയർമാനുമായ M കുഞ്ഞമ്മദ് മാസ്റ്റർ, BJP മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തർമൽ, പേരാമ്പ്ര വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ്, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ O ആഷർ, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP വീരാൻകുട്ടി, AK നിഷാദ്, VS ഷറീജ്, MP അബ്ദുൾ മജീദ്, കോർപ്പറേറ്റ് ഹെഡ് R അബ്ദുൾ ജലീൽ, റീജിയണൽ ഹെഡ് MP സുബേർ, സോണറ്റ് ഹെഡ് ജാസിർ തണ്ടോറ, പേരാമ്പ്ര ഷോറൂം ഡെപ്യൂട്ടി ഹെഡ് KK റനീഷ്, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ, പാർട്ടിവെയർ, നിത്യേന ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണശേഖരം പുതിയ ഷോറൂമിലുണ്ട്. ലോക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് നിലവിൽ 13 രാജ്യങ്ങളിലായി 350-ലേറെ ഷോറൂമുകളുണ്ട്. കമ്പനികളുടെ ലാഭത്തിന്റെ 5% സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട്. ആരോഗ്യം, പാർപ്പിടം, വിശപ്പ് രഹിത ലോകം, വയോജന സംരക്ഷണം, വിദ്യാഭ്യാസം, പരിസ്ഥിതി, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലാണ് ഈ പണം പ്രധാനമായും ചെലവഴിക്കുന്നതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, സ്വാഗതം. മലബാർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. സ്വന്തം നാട്ടിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശങ്ങളിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അതോടനുബന്ധിച്ച് ഒരു ഷോപ്പോട് വരിക എന്നുള്ളത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. മലബാർ ഗ്രൂപ്പിലെ നല്ലൊരു ശതമാനം ഇൻവെസ്റ്റേഴ്സ് എൻ്റെ സമീപ പഞ്ചായത്തുകളിൽ ജനിച്ചു വളർന്ന കരിപ്പുറത്തും കരപ്പയിലും അതുകൊണ്ടുള്ള എല്ലാ അടുത്ത സമീപ പഞ്ചായത്തുകളിൽ ജനിച്ചു വളർന്ന് പേരാമ്പ്ര നഗരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് വളരെ ഞാൻ തന്നെ +1 +2 പഠിക്കാൻ അല്ലെങ്കിൽ PG പഠിച്ചത് പേരാമ്പ്രയിലാണ്. വളരെ താഴ്ന്ന ലെവലിൽ മത്സ്യക്ക് വ്യാപാരം അതോടനുബന്ധിച്ച് മറ്റ് വ്യവസായങ്ങളൊക്കെ ഇടപെട്ട് 93-ലാണ് മലബാർ ഗ്രൂപ്പ് ഗോൾഡിലേക്ക് എൻട്രി ചെയ്ത്. അന്ന് മുതൽ പേരാമ്പ്രയിൽ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാർ നിർലോഭമായ പിന്തുണയും സ്നേഹവും സഹകരണമൊക്കെയാണ് മലബാർ ഗ്രൂപ്പിലെ ഒരു വലിയ അറിയപ്പെടുന്ന വലിയ നിലയിൽ എത്തിക്കാൻ സാധിച്ചത്. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവരും കൃതജ്ഞതയുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിലൊക്കെ വളരെയധികം സ്നേഹവുമുണ്ട്. നാടിനെയും പ്രദേശത്തിനെയും സഹായിക്കുക എന്നുള്ളത് ഞങ്ങൾ ആദ്യം പ്രദേശം തുടക്കം മുതലുള്ളതാണ്. എന്തുകൊണ്ട് പേരാമ്പ്ര വൈകി എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞങ്ങൾക്ക് അറിയാമായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ചെറുകിട ജോലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓവർ കോമ്പറ്റീഷൻ വേണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ബോധപൂർവ്വം ഡിലേ ആക്കിയതാണ്. പിന്നെ വേൾഡിൽ പരമാവധി വന്നപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പേരാമ്പ്ര നമുക്ക് തുടങ്ങിയിട്ട് 1-ാം ഭാഷ എന്താ നിങ്ങളവിടെ സ്ഥലത്തിൻ്റെ ശരിയാക്കിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കരുത്, പേരാമ്പ്ര എന്തായാലും വേണമെന്ന് പേരാമ്പ്രയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും പേരാമ്പ്ര വേണമെന്ന് ആഗ്രഹിക്കും. ഒരു ഏകദേശം 10-15,000 സ്ക്വയർ ഫീറ്റുകൾ കെട്ടിടവും നല്ല പാർക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ടായി. ഇതിൽ ഏറ്റവും നല്ല ഏരിയ ഏകദേശം 60,000 സ്ക്വയർ ഫീറ്റ് ഗ്രാൻഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ പേരാമ്പ്ര എന്നുള്ള രണ്ടാമത് വായിക്കുന്നത് ഗ്രാൻഡ് ഹൗസ് എന്നാണ്. പേരാമ്പ്ര വിട്ട് വേറെ ആരോട് സംസാരിച്ചാൽ ഗ്രാൻഡ് ഹൗസ് ആണല്ലോ അവിടുത്തെ ഷോപ്പ്. ഡീറ്റെയിലേഴ്സിന് വളരെയധികം വിവരമുള്ള നോളജ് ഉള്ള ഒരു പേരാണ്, ഫെമിലിയറാണ് ഗ്രാൻഡ് ഹൗസ്. ഒരുപാട് ആൾക്കാർ സമീപ പ്രദേശങ്ങളിലൊക്കെ വെഡിങ്ങിന് ഡ്രസ് എടുക്കാൻ വരുന്ന ഒരു പ്രദേശമാണ്, ഒരു ഷോപ്പാണ്. വളരെ ഫെമിലിയറാണ് ആൾക്കാർക്ക്. ഗ്രാൻഡ് ഹൗസ് ആണ് ഇതിൻ്റെ ബാക്കിയുള്ള ഏരിയകളിൽ വലിയ രീതിയിൽ അവർ വലിയ പേരാമ്പ്രയുടെ പ്രൗഡ് എന്ന രീതിയിലുള്ള വലിയൊരു രീതിയിലുള്ള വസ്ത്ര വ്യാപാര സമുച്ചയമാണ് തുടങ്ങാൻ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഈ നാട്ടുകാരൊക്കെ ഞങ്ങൾ പാർട്ണർമാരാക്കിയിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ലാഭത്തിൻ്റെ 5% ഈ സമൂഹത്തിൽ ഈ പ്രദേശത്ത് വർക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്കാണ്. സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 5% മാറ്റി വെച്ചിട്ട് നാട്ടിലെ വളരെ പ്രയാസപ്പെട്ടും പാവപ്പെട്ടവർക്ക് അത് മാറ്റി കൊടുക്കണം. അവർക്ക് വീടിനായിട്ടോ അതല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ടോ മരുന്നായിട്ടോ മറ്റ് മന്ത്രിഫീഡ് നടത്തില്ല. അത് ഇവിടെ ആവശ്യമില്ല. കാരണം ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണത്തിൽ പ്രയാസപ്പെടുന്നവരാണ് കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് വളരെ ദുർലഭമാണ്. വളരെ കുറഞ്ഞ ആൾക്കാരാണ്. അതും ബിസിനസ് ന്യൂസ്, മീഡിയ വിഷൻ.